ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എന്തോട്ടത്? എനിക്ക് ചെറിയൊരു അസുഖമുള്ള നീ ഒന്ന് മൈൻഡ് ചെയ്യണ്ട. ഓ ഇത് ചെറുതൊന്നല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്ത് നീ പൊക്കോ. ഇത് പെട്ടെന്ന് വന്നേക്ക്. വരാ, നീ ഇപ്പൊ ഒന്ന് ഒഴിവാക്കട്ടെ, പൊക്കോ. അരെ പിന്നെ വൈഫാ? വൈഫ് ആളെങ്ങനെ? എന്ത് ഇത് അസുഖം വന്നാ ജോലി വല്ലതും ഉണ്ടോ? ജോലി ജോലിയില്ല, പുള്ളിക്കാരി ഹൗസ് വൈഫാ. ഹൗസ് വൈഫ് ആണല്ലേ? പിന്നെ എന്നെ അളിയ എങ്ങനെ വന്നളിയാ? ഇങ്ങോട്ട് വാ അളിയാ, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? അളിയനെ ആള് ഒന്ന് സിമ്പിളാണ്ടോ? എവിടെ വീട്? എവിടെയാ വീട്? ഇവിടെ എറണാകുളത്തൊക്കെ തന്നെയാ. ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ. തറവാട് ഇവിടെ തന്നെ? തറവാട് ഇവിടെ തന്നെ. എന്റെ വീട് അങ്ങ് തുറവൂരാ. തറവാട് അവിടെയാ. തുറവൂര് ചേർത്തല. ചേർത്തല തുറവൂര്. ഞങ്ങൾ വലിയ പേര് കേട്ട തറവാട്ടുകാരാട്ടോ. ആണോ? കേട്ടാണ് തറവാട് കേട്ടോ? മാളാട്ട് തറവാട്. ഇല്ല, കേട്ടിട്ടില്ല. എന്നാ വാ പറഞ്ഞുതരാം. കേട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതായത് തറവാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പേര് കേട്ട തറവാടാ. ഞങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ പുലിയാ. പിന്നെ സത്യം. പുലിക്കൊക്കെ മനുഷ്യപ്പിള്ളേരുണ്ടോ? എനിക്കറിയാൻ പാടില്ല. അതല്ല, അപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണെന്ന്. ഭയങ്കര കർക്കശക്കാരനാ. അപ്പൻ രാവിലെ ഇങ്ങനെ വന്നിട്ട് ധാന്നങ്ങൾ വിളിച്ച അപ്പം മുള്ളിപ്പോ. ഞങ്ങളുടെ അപ്പം ചുമച്ചാ മുള്ളുവായിരുന്നു. പിന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ട് റെഡിയാക്കി. അത് കുഴപ്പമില്ല, മാറാവുന്ന ദിവസമുള്ളൂ. അപ്പം മുള്ളുവെന്നല്ല, നമ്മള് മുള്ളിപ്പോന്ന് പേടിയാന്നേ. ആണോ? ഭയങ്കര പേടിയാ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കാല് നീട്ടൊരു ഒറ്റ ഇരുപ്പാ. കുഴിയിലോട്ടാ? കുഴിയിലോട്ടല്ല, കുഴമ്പിട്ട് കൊടുക്കാം. കുഴമ്പിട്ട് കൊടുത്തില്ല. കർക്കശക്കാരനാ. കുഴമ്പിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളെ മുടുക്കി പിടിച്ചിങ്ങനെ ഇട്ട് കറക്കും. മുട്ടി കുനിച്ചു ചേർത്ത് മുട്ടേക്ക് ഇടിക്കും. പിന്നെ ഈ മോഹം പിടിച്ചിട്ടേ തേക്കാത്ത മതിലിട്ട് ഇങ്ങനെ ഒരക്കും, തേക്കും. അങ്ങനത്തെ ഭയങ്കര ദേഷ്യക്കാരൻ, ഭയങ്കര കർക്കശക്കാരനാ അല്ലേ? ഓ, മക്കൾക്ക് ഈ ഇത്ര ദേഷ്യമൊക്കെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഭാഗ്യം മക്കൾക്ക് കിട്ടിയില്ലട്ടോ, എന്റെ ഭാര്യക്ക് കിട്ടിയിട്ടുണ്ട്.